പ്രിയമുള്ളവരെ, സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവത്തിൻ്റെ പ്രകാശമാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനമാണ് ഓരോ വ്യക്തിയെ മുമ്പോട്ട് നയിക്കുന്നത്. ഈ സമയങ്ങളിൽ നമ്മൾ ആമുഖ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സെക്ഷന് നേതൃത്വം നൽകുന്നത് ശാലോം ശുശ്രൂഷകയായ ഗ്ലാഡിസ് NC ആണ്. പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായ ഈ സായാഹ്നത്തിൽ, ഈ രാത്രിയുടെ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കണ്ണുകളൊന്നടച്ച് അവിടുത്തെ നമ്മുടെ ഹൃദയത്തിലൊന്ന് കാണാം. കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ നമ്മൾ അവിടുത്തെ പാടി സ്തുതിച്ചു, ആരാധിച്ചു, മലാഖമാരോട് ചേർന്ന് സ്തുതികീർത്തനങ്ങൾ ആലപിച്ചു. വീണ്ടും ആ ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. അവൻ പറഞ്ഞില്ലേ, 2 or 3 പേർ എവിടെ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. സത്യമായും ജീവിക്കുന്നവനായ കർത്താവ് ഈ കൂട്ടായ്മയിൽ സന്നിഹിതനാണ്. അവൻ്റെ നാമത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. ഈശോയെ, ഇതാ എന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നമുക്ക് ഈശോയോടൊന്ന് പറയാം. നമുക്ക് കരങ്ങൾ യാചനാരൂപത്തിലൊന്ന് തുറന്നു പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ച് അല്പസമയം നമുക്കൊന്ന് ഭാഷാവരത്തിൽ സ്തുതിച്ച് ഈശോയുടെ സാന്നിധ്യം ഹൃദയത്തിൽ നിറയുന്നതിന് വേണ്ടി നമുക്കൊന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് എന്നോട് സംസാരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് വർഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ കുടുംബങ്ങൾ, നമ്മൾ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. അവിടുന്ന് നമ്മെ നന്നായി അറിയുന്നവനാണ്, അവിടുന്ന് നമ്മളെ മനസ്സിലാക്കുന്നവനാണ്. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിവാഹ വിരുന്നിൻ്റെ ഒരു ഭവനത്തിലേക്ക് ഈ രാത്രിയിൽ നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമുക്കറിയാം, വിവാഹം നടക്കുന്ന ഭവനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കുകളായിരിക്കും അവിടെ. അതിഥികളെ സ്വീകരിക്കുവാനും അതിഥികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുവാനും അങ്ങനെ എല്ലാവരും ഒരു ഓട്ടത്തിലൂടെ ആയിരിക്കും. ഒത്തിരി തിരക്കുള്ള ഒരു അന്തരീക്ഷമാണ് ഒരു വിവാഹ വേദി അല്ലെങ്കിൽ ഒരു വിവാഹ പന്തല്, വിവാഹം നടക്കുന്ന ഒരു വീട് എന്നൊക്കെ പറയുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചെന്ന് എത്തി നിൽക്കുന്നത് കാനായിലെ കല്യാണ വിരുന്ന് നടക്കുന്ന ആ ഭവനത്തിലേക്കാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. നമുക്കതിൻ്റെ സാഹചര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അവിടെയുണ്ട്. ഈശോയും ശിഷ്യന്മാരും ഒക്കെയുണ്ട്. ഇങ്ങനെ വലിയ ഒരു തിരക്കിലൂടെ ആ ഭവനം കടന്നു പോകുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു കാര്യം സംഭവിച്ചു. വിരുന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ വീഞ്ഞ് അവിടെ തീർന്നു പോകുന്നൊരവസ്ഥ നമ്മളവിടെ കാണുകയാണ്. പക്ഷേ ഈ തീർന്നു പോയ ആ അവസ്ഥ ഒരുപക്ഷെ ആ കുടുംബനാഥനോ അല്ലെങ്കിൽ ഈ വിവാഹ വിരുന്നിൻ്റെ സദ്യയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച വ്യക്തിയോ ഒരുപക്ഷെ അറിയുന്നതിന് മുൻപ് തന്നെ മറ്റൊരാൾ അതറിഞ്ഞു. അതാരാണ്? നമുക്കറിയാം, പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ അതറിഞ്ഞു.
അമ്മ അറിഞ്ഞിട്ട് അമ്മ എന്തു ചെയ്തു? അമ്മ അവരെ ശാസിക്കുവാനോ അല്ലെങ്കിൽ അവിടെ പ്രതിവിധികൾ തേടുവാനോ ഒന്നും നിന്നില്ല. അമ്മ നേരെ പോയത് പുത്രൻ്റെ അരികിലേക്കാണ്. അവിടെ ചെന്നിട്ട് അമ്മ മകനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ പറഞ്ഞ കാര്യം നമുക്കറിയാം, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. പക്ഷെ അമ്മ അവിടെയും ഒന്നും പറയുന്നില്ല. അമ്മ മൗനമായിട്ടിങ്ങ് പോന്നു. അമ്മ വന്നിട്ട് ആ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഹല്ലേലൂയ! സന്തോഷത്തോടെ ഹല്ലേലൂയ! വലതുകരം ഉയർത്തി ഹല്ലേലൂയ! ഹല്ലേലൂയ! അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകിച്ച് വിവരിക്കാതെ തന്നെ നമുക്കറിയാം അവിടെ സംഭവിച്ചതൊക്കെ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഈ സമയങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ വചനമൊന്ന് ധ്യാനിക്കുവാനായിട്ട് ഏതാനും ചില ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ ഭവനത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നമുക്കറിയാം, യേശുവും ശിഷ്യന്മാരും ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യേശുവും ശിഷ്യന്മാരും ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യം തന്നെ അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് വലിയൊരു കാരണമാക്കി തീർത്തു. നമുക്കറിയാം, ഈശോ ഉള്ളിടത്ത് കുറവുകളുണ്ടെങ്കിലും, അവിടെ ഇല്ലായ്മകൾ വന്നു ചേർന്നാലും, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഈശോ അവിടെ ഉണ്ടെങ്കിൽ, ഈശോ അവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈശോ ആ വീട്ടിലെ ഒരു പ്രധാന വ്യക്തിയായി, അഥവാ ആ ജീവിതത്തിൻ്റെ ആ വ്യക്തിയുടെ ഒരു പ്രധാന വ്യക്തിയായിട്ട് ഈശോ കൂടെയുണ്ടെങ്കിൽ, അവിടെ ഏത് കുറവുകൾ സംഭവിച്ചാലും അതിനൊരു പ്രതിവിധി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുവും ശിഷ്യന്മാരും കൂടി കടലിലൂടെ യാത്ര ചെയ്യുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. തോണിയിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈശോ കിടന്നുറങ്ങി, ശിഷ്യന്മാർ യാത്ര ചെയ്യുകയാണ്, ഇങ്ങനെ വഞ്ചിയൊക്കെ വള്ളമൊക്കെ തുഴഞ്ഞ്. അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടെ കൊടുങ്കാറ്റുണ്ടായത്. കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ ഉയർന്നു പൊങ്ങി, വള്ളം ഇതാ മുങ്ങി താഴുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഉടനെ ശിഷ്യന്മാരവിടെ ഭയപ്പെട്ട് നിലവിളിച്ചു, ഗുരു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ അലമുറയിട്ടു. തൽക്ഷണം തന്നെ ഈശോ അവിടെ എഴുന്നേറ്റ് വലിയ അത്ഭുതം അവിടെ ചെയ്തു. കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാന്തമാക്കി. കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട്, ഈശോ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്, അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ ഇല്ലായ്മകളിൽ ഈശോ വേഗം ഇടപെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, നമ്മളൊന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. നമ്മളൊന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഇവിടെ നമുക്കറിയാം, ആ കുടുംബനാഥനോ ആ കുടുംബത്തിലെ ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വ്യക്തികളോ ചെന്ന് ഒരിക്കലും ഈശോയുടെ അടുത്തോ പരിശുദ്ധ അമ്മയുടെ അടുത്തോ പറഞ്ഞതായിട്ട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ല. മറിച്ച് ഈശോ അവിടെ ഉള്ളത് കൊണ്ട്, പരിശുദ്ധ അമ്മ അവിടെ ഉള്ളത് കൊണ്ട്, അമ്മ അവിടെ ഇടപെടുകയാണ്. അമ്മ പുത്രൻ്റെ സന്നിധിയിലേക്ക് ആ പ്രതിസന്ധിയിൽ ആ കുടുംബത്തെ കൊണ്ടു ചെന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അമ്മയെ നമ്മൾ കൂട്ടുപിടിച്ചാൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട. അമ്മ നമ്മെ എത്തിക്കുന്നത് പുത്രൻ്റെ സന്നിധിയിലേക്കായിരിക്കും. പുത്രൻ്റെ സന്നിധിയിലേക്കായിരിക്കും. അവിടെ എല്ലാ കുറവുകൾക്കും പരിഹാരമുണ്ട്. അവിടെ എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരമുണ്ട്. അവിടെ എല്ലാ രോഗങ്ങൾക്കും സൗഖ്യമുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും എല്ലാ തരത്തിലുള്ള കുറവുകൾക്കും മീതെയായിട്ട് പുത്രൻ നമുക്ക് വേണ്ടി നിലകൊള്ളും. ഈശോ നമുക്ക് വേണ്ടി നിലകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും, ഈശോ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിലും, പരിശുദ്ധ അമ്മ വീണ്ടും നമ്മോട് പറയുകയാണ്, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ഈശോ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഈശോ നമ്മുടെ കുടുംബത്തിലുണ്ട്, ജീവിത സാഹചര്യങ്ങൾ ഈശോ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ അമ്മ വീണ്ടും ദൈവവചനത്തിലേക്കും ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്കും നമ്മെ നയിക്കുകയാ. അമ്മ പറയുകയാ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ.
ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. അവൻ പറയുന്നത് ചെയ്യണമെങ്കിൽ നമുക്കറിയാം. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ അത് നിറവേറ്റിയവളാണ്. പരിശുദ്ധ അമ്മ അത് നിറവേറ്റിയവളാണ്. അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിച്ചപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു. അമ്മ അന്ന് കാനായിൽ ആ പരിചാരകരോട് പറഞ്ഞു. അവരോട് മാത്രമല്ല, ലോകത്തോട് മുഴുവൻ പറയുകയാ, ഈ രാത്രിയിൽ എന്നോടും നിങ്ങളോടും പറയുകയാ, മക്കളെ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുണ്ടാകും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജീവിതം ഇന്ന് ഒരു പിടികിട്ടാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കോളിളക്കങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ, പുത്രന്റെ സന്നിധിയിലേക്ക് നമ്മെ ആനയിച്ചുകൊണ്ട് അമ്മ നമ്മോട് പറയുന്നു, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ, നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ ആദ്യം നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്? എങ്ങനെ നമുക്ക് ഇതിനെ മറികടക്കാം എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് മാനുഷികമായ രീതിയിൽ കുറച്ച് കടബാധ്യതയോ, ഒരു ഉദാഹരണം പറയാം, നമ്മുടെ വീട്ടിൽ കുറച്ച് കടങ്ങളുണ്ടായി. പെട്ടെന്ന് നമ്മൾ ഓർക്കും, നമുക്ക് കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അതിൽ നിന്ന് അല്പം വിറ്റിട്ട് കടം വീട്ടാം, അല്ലെങ്കിൽ അല്പം പണയം വെച്ചിട്ട് കടം വീട്ടാം. ഇങ്ങനെയൊക്കെയുള്ള മാനുഷികമായ ആലോചനകൾ നമ്മൾ ആദ്യമേ നടത്തും. അല്ലെങ്കിൽ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, എന്ത് കാര്യമായിക്കൊള്ളട്ടെ, നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു മനുഷ്യൻ്റെ പരിഹാരം തേടുവാനായിട്ട് നിൽക്കും. എന്നാൽ അതിലുപരി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് അവൻ എന്താണോ നമ്മോട് ഈ പ്രതിസന്ധിയിൽ സംസാരിക്കുന്നത്, അവൻ എന്താണോ ഈ പ്രശ്നത്തിൽ നമ്മോട് പറയുന്നത്, അത് കേൾക്കുവാനും അത് നിറവേറ്റുവാനുമായിട്ടാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്, ആദ്യ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങൾ നമുക്കറിയാം. അവർ വള്ളത്തിൽ മീൻ പിടിക്കുകയായിരുന്നു, പത്രോസും കൂട്ടരും. അങ്ങനെ ഈശോ ആ വള്ളത്തിലിരുന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞു, നീ വല ഇറക്കുക. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, എന്നിട്ടൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടുമെന്ന് തോന്നില്ല, പക്ഷേ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം. അങ്ങനെ വല ഇറക്കി. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ആ വല കീറി തുടങ്ങുവോളം നിറയെ മത്സ്യങ്ങൾ അവർക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഗനേസറത്ത് തടാകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പത്രോസ് അല്ലെങ്കിൽ ശിഷ്യന്മാർ, അവർ രാത്രി മുഴുവനും അധ്വാനിച്ചു, നീണ്ട പരിശ്രമങ്ങൾ അവർ നടത്തി. എന്നിട്ട് ഒന്നുമില്ലാതെ വെറും കൈയോടെ അവർ നിൽക്കുകയാണ്. പക്ഷേ ഈശോ വന്നിട്ട് അവരോട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് വലയിറക്കുക. ഈശോ പറഞ്ഞതനുസരിച്ച് അവൻ വലയിറക്കിയപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു. വല നിറയെ അവിടെ മത്സ്യങ്ങൾ കിട്ടി. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഒത്തിരി ഞാൻ അധ്വാനിച്ചു, ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടു, പക്ഷേ ഇന്ന് ഒരു കുഞ്ഞു മീൻ പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ്. ഒന്നും സ്വന്തമായിട്ട് എനിക്കില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ഒന്നും കാണാത്ത അവസ്ഥയാണ്. പക്ഷേ ഞാൻ ഇതാ വെറും കൈയോടെയാണ് നിൽക്കുന്നത്. പക്ഷെ കർത്താവ് ഈ രാത്രിയിൽ, പരിശുദ്ധ അമ്മ ഈ രാത്രിയിൽ നമ്മോട് പറയുകയാണ്, പ്രിയപ്പെട്ട മകനെ, മകളെ, ഒരുപക്ഷെ നീ ഇത്രയും കാലം അധ്വാനിച്ചത് നിന്റെ ഇഷ്ടമനുസരിച്ചും നിന്റെ താല്പര്യമനുസരിച്ചും മനുഷ്യൻ്റെ പ്രീതി അന്വേഷിച്ചുമായിരിക്കും. നിന്റെ യജമാനൻ്റെ ഇഷ്ടമനുസരിച്ചായിരിക്കും നീ അധ്വാനിച്ചത്. നിന്റെ കൂട്ടുകാർ പറയുന്നത് പോലെ ആയിരിക്കും നീ അധ്വാനിച്ചത്. അവർ പറയുന്നത് പോലെ ആയിരിക്കും നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഈ രാത്രിയിൽ നിന്റെ ജീവിതം ഒന്ന് വഴിതിരിച്ചു വിടുക. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് നീ ഒന്ന് കടന്നു വരിക. ദൈവ തിരുമുമ്പിലേക്ക് നിന്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കുക. പരിശുദ്ധ അമ്മ പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, അവൻ നിങ്ങളോട് പറയും.
ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവമേ, ഉന്നതത്തിൽ നിന്ന് അങ്ങയുടെ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും അയച്ചു തന്നില്ല എങ്കിൽ ആർക്ക് അങ്ങയുടെ ഹിതം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ആത്മാവിനോട് അവിടുന്ന് സംസാരിക്കും. സ്വർഗീയ ജ്ഞാനം നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവോന്മുഖമായി നയിക്കുവാൻ ആവശ്യമായ കൃപയും അഭിഷേകവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. അവൻ നമ്മോട് സംസാരിക്കും. സാഹചര്യങ്ങളിലൂടെ അവൻ നമ്മോട് സംസാരിക്കും. കൂദാശകളിലൂടെ അവൻ നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനകളിലൂടെ അവൻ നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് ശാന്തമായി അവൻ്റെ മുൻപിൽ ഒന്ന് ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ശാന്തമായി നമ്മുടെ ജീവിതത്തെ അവിടുത്തെ മുൻപിൽ ഒന്ന് സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് ഈശോ കടന്നു വരും. അവൻ നമ്മോട് പറയും, അവൻ നമ്മോട് പറഞ്ഞു തരും: പ്രിയപ്പെട്ട മകനെ, നിന്റെ വഴികളിൽ ഇന്ന കുറവുകളുണ്ട്, നിന്റെ ജീവിതത്തിൽ ഇന്ന കുറവുകളുണ്ട്, നീ ഇതിലെയല്ല പോകേണ്ടത്, നീ വഴി മാറി ഒന്ന് സഞ്ചരിക്കണം. നീ പോകുന്ന വഴിയിൽ നിനക്കൊരു അപകടം പതിയിരിപ്പുണ്ട്, അതുകൊണ്ട് നീ വഴി മാറി സഞ്ചരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവഹിതം തിരിച്ചറിയുവാൻ വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ പക്കലേക്ക് നമുക്ക് ഈ രാത്രിയിൽ സമർപ്പിക്കാം. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, അവൻ പറയുന്നത് പോലെ ചെയ്യണമെങ്കിൽ, അവിടെ നമുക്കറിയാം ഈശോയ്ക്ക് വേണമെങ്കിൽ ഈ ഭരണികളിലെല്ലാം ഇപ്പോൾ വീഞ്ഞു നിറയട്ടെ എന്നങ്ങ് കൽപ്പിക്കാമായിരുന്നു. ഒറ്റ വാക്കുകൊണ്ട് നമുക്കറിയാം, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച കർത്താവിന് അസാധ്യമായിട്ട് മറ്റൊന്നുമില്ല. പക്ഷേ അവിടുന്ന് ആ പരിചാരകരെ വിളിച്ചു പറഞ്ഞു: നിങ്ങളിവിടെ ഈ ഭരണികളിൽ മുഴുവനും വെള്ളം നിറയ്ക്കുവിനെന്ന്. അവരുടെ ഒരു സഹകരണം ഈശോ ആവശ്യപ്പെടുകയാണ്. അവരുടെ ഒരു അധ്വാനം ഈശോ ആവശ്യപ്പെടുകയാണ്. അവരുടെ ഒരു അനുസരണം ഈശോ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ ജീവിതത്തെയും ചേർത്ത് വെക്കുമ്പോൾ നമുക്കും ചിലപ്പോഴൊക്കെ തോന്നാം, കർത്താവിന് ഈ തന്നാൽ എന്താ ഒരു കുഴപ്പം, ഈശോയ്ക്ക് ഇനി തന്നാൽ എന്താ ഒരു കുറ്റം, ഈശോയ്ക്കൊന്ന് അനുഗ്രഹിച്ചാൽ എന്താ ഒരു കുഴപ്പം, എന്തിനാണ് ഇങ്ങനെ താമസം വയ്ക്കുന്നത്? പക്ഷേ അവൻ്റെ ഹിതം, അവൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാനായിട്ട് ചില സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ചില വില കൊടുക്കലുകൾ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഒന്ന് മുറിയുവാൻ ചിലപ്പോൾ നമ്മൾ തയ്യാറാകേണ്ടി വരും. ഒന്ന് വെള്ളം കോരുവാൻ ഒന്ന് പരിചാരകര് അവിടെ ആ ഭരണി മുഴുവനും വെള്ളം നിറച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള ത്യാഗങ്ങൾ എടുക്കുവാനായിട്ട് ഒരുപക്ഷെ ഈശോ ആവശ്യപ്പെടുന്നുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കുക. ചെറിയൊരു ത്യാഗം നമ്മോട് ഈശോ ആവശ്യപ്പെടും. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ തെറ്റായ വഴിയുടെയോ പിന്നാലെ പോയിട്ടാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നിനക്ക് പ്രവർത്തിച്ചുകൂടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈശോ ഈ രാത്രി നമ്മോട് പറയുകയാ: പ്രിയപ്പെട്ട മകനെ, അതൊന്നും മാറ്റിവെക്കുക. നിന്റെ കൽഭരണിയിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സുഖങ്ങളാണ്. അതൊന്നും മാറ്റി അവിടെ ദൈവത്തിൻ്റെ ജീവജലം കൊണ്ട് അവിടെ നിറയപ്പെടുവാനായിട്ട് നീ ഒന്ന് ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുക. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ഇന്നോ നമ്മോട് പറയുന്നത് ഇതാണ്. അമ്മ ഈശോയോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവിടെ പ്രവർത്തിക്കുവാൻ സന്നദ്ധനാവുകയാ. അമ്മ എന്നിട്ട് നമ്മളോട് പറയുകയാ: മക്കളെ, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ വീഞ്ഞിൻ്റെ സമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യഥാർത്ഥ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകുന്ന യഥാർത്ഥ നിത്യജീവൻ്റെ സന്തോഷം അനുഭവിക്കുവാനായിട്ട് ഈ പുതുവീഞ്ഞ് നമ്മുടെ തോൽക്കുടങ്ങളിൽ നിറയപ്പെടണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കണം. നമ്മുടെ കൽഭരണികളിലേക്ക് ജീവജലം കോരി നിറയ്ക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മൾ തുറന്നു കൊടുക്കണം. ഇന്നുവരെയും എൻ്റെ ജീവിതമാകുന്ന കൽഭരണികളിൽ ഞാൻ മറ്റേതെങ്കിലും അശുദ്ധിയോ പാപത്തിൻ്റെ അവസ്ഥയോ ഒക്കെയാണ് നിറച്ചു വച്ചിരിക്കുന്നത് എങ്കിൽ, ഓ ദൈവമേ, ഈ രാത്രിയിൽ അതെല്ലാം ഇതാ നിന്റെ തിരുസന്നിധിയിലേക്ക് ഞാൻ വെച്ച് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മ ഈശോയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ, ഈശോയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ പറയുന്നത് പോലെ ചെയ്യുവാനുള്ള ഒരനുസരണം, ദൈവഹിതം അന്വേഷിക്കുവാനുള്ള ഒരു ആഗ്രഹം, ദൈവഹിതം അന്വേഷിച്ച് കണ്ടെത്തി അത് നിറവേറ്റുവാനുള്ള ഒരു തീക്ഷ്ണത,
ഓ പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്കായിട്ട് വാങ്ങിച്ചു തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും അമ്മയോട് ചേർന്ന് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം, ഈ ദൈവവചനത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, പുത്രനിലേക്ക് എന്നെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, പുത്രനിലേക്ക് എന്നെ നയിക്കണമേ. ദൈവവചനത്തിലേക്ക് എന്നെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഭാഷാപരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകം നിറയട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ പുതുവീഞ്ഞിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകാരൂപികൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും വിട്ടുപോകട്ടെ. ഹല 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 ഹല. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, 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 സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.